അന്നൊക്കെ എന്താ വെച്ചാൽ കോഴിക്കോട് ഒരുപാട് ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ക്ലബ്ബുകളൊന്നും കാണുന്നില്ല. കാരണം എല്ലാവരും ചെറുപ്പക്കാരായി തന്നെ ഒന്നെങ്കിൽ വിദേശത്തേക്ക് പോയി, അല്ലെങ്കിൽ വെറും പഠിപ്പ് മാത്രമായിരുന്നു. അന്ന് ഒരുപാട് ചെറുപ്പക്കാർ ആൽത്തറയിലും ലൈബ്രറിയിലും തുന്നൽ മിഷൻ്റെ തുന്നക്കാർ പീടികയിൽ ബാർബർ ഷാപ്പിൽ അങ്ങനെയൊക്കെ SSLC കഴിഞ്ഞ് അല്ലെങ്കിൽ PDG കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴങ്ങനെ സംഭവമില്ല കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുന്ന ചെറിയൊരു ക്ലബ്ബുമായി രൂപീകരിക്കും. ആ ക്ലബിലൊക്കെ എല്ലാ വർഷവും ഓരോ നാടകം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ ഇഷ്ടംമാതിരി കോഴിക്കോട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് ശരിക്കും നാടകത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയത്. അതിനകത്തേക്ക് വന്ന് പെടുകയും അങ്ങനെ ഒരു പ്രാവശ്യം എന്തുണ്ടായി വെച്ചാൽ പിന്നെ നമ്മൾ ആ ക്ലബ്ബിൽ ഒരു വലിയ നാടകം ചെയ്തിരുന്നു, വലിയ ആളുകളൊക്കെ ചെയ്യുന്ന കണക്ക്. അപ്പം കുതിരട്ടം പപ്പേട്ടനായിരുന്നു അതിൻ്റെ അകത്ത് ഒരു വേഷം ചെയ്യാനുണ്ട്. ആ വേഷം ചെയ്യാൻ അപ്പോൾ സിനിമ വരികയും സിനിമയിൽ തിരക്കായ സമയത്ത് ആ വേഷം ചെയ്യേണ്ട അവസാന സമയമായി. അപ്പോൾ അതിനകത്ത് എന്നെ പിടിച്ചിട്ട് അങ്ങനെ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു സ്റ്റേജിൽ നാട്ടിൽ വെച്ചിട്ട് നമ്മളെ അച്ഛനെയും അമ്മേൻ്റെയും ബന്ധുക്കാരെയൊക്കെ നടുവിൽ വെച്ചിട്ട് നാടകം ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സംഗീത നാടക അക്കാദമിയിൽ നിലമ്പൂർ ബാലൻ എന്നൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ ബാലൻ്റെ അവാർഡ് വേറെ തന്നെയാണ്. അക്കാദമി സംഭവങ്ങൾ വേറെ. അത് പിന്നെ സംഗീത അക്കാദമിൻ്റെ ഉണ്ട്, പിന്നെ കേന്ദ്ര കലാസമിതിയുടെ, ഇവരൊക്കെ വർഷാവർഷങ്ങൾ സംഭവങ്ങൾ നാടകങ്ങൾ ചെയ്യാറുണ്ട്. ആ നാടകങ്ങളിൽ ഒന്നെങ്കിൽ ആക്ടറായിട്ട് അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഭാഗങ്ങളിലായിട്ടൊക്കെ അങ്ങനെയൊക്കെ നിലമ്പൂർ ബാലൻ മ്യൂസിക്കിൻ്റെ സാധനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് മ്യൂസിക്കായിട്ട് കുറച്ച് ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പിന്നെ ഈ റിതം സെക്ഷനൊക്കെ കൊങ്കോ ഇതൊക്കെ പറഞ്ഞ സാധനങ്ങൾ ജാസ് ഡ്രമ്മൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മ്യൂസിക്കായിട്ട് കുറച്ച് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നാടകമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സ്ഥലങ്ങളിലും മ്യൂസിക്കുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നാടകത്തിൻ്റെ എല്ലാ വശങ്ങളും, അഭിനയത്തിൻ്റെ വശങ്ങളും മ്യൂസിക്കിൻ്റെ വശങ്ങളും ഒക്കെ അതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ നാടകങ്ങളിൽ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? നമ്മൾ പിന്നെ നാടകങ്ങൾ, അന്നത്തെ നാടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പ്രാദേശികമായുള്ള സ്ഥലങ്ങളിലുള്ള ക്ലബ്ബുകളിലെ നാടകം എന്നൊക്കെ പറഞ്ഞു. അത് അന്നത്തെ ആ കാലത്ത് എനിക്ക് നാടകങ്ങൾ എങ്ങനെയാ വെച്ചാൽ രാത്രി 8 മണിക്ക് റിഹേഴ്സൽ എന്ന് പറയും, വൈകുന്നേരം 7 മണി 8 മണിക്ക് റിഹേഴ്സൽ എന്ന് പറയും. എല്ലാവരും എത്തിപ്പെടുക ഒരു 9, 9:30, 10 മണിയാവും രാത്രി. വരുമ്പം തന്നെ നമ്മുടെ തലമൂത്താളുകൾ പലരും വെള്ളത്തിലും ഇതിലൊക്കെ ആയിരിക്കും. അങ്ങനെ വന്ന് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് എല്ലാം കൂടി മടങ്ങുമ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആവും. അങ്ങനെയാണ് അവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ. പക്ഷെ എന്നെ ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അണിയറ എന്ന് പറഞ്ഞിട്ട് നാടക സംഘമായിട്ട് ബന്ധപ്പെടുന്നത്. അണിയറ എന്ന് പറഞ്ഞാൽ ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു നാടക കളരിയുടെ ഒരു ഭാഗമായിരുന്നു. നാടക കളരിയാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ രീതി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് 4 മണിക്ക് നാടകം റിഹേഴ്സൽ തുടങ്ങുന്ന പറഞ്ഞാൽ കറക്റ്റ് 4 മണിക്കോടെ ഷാർപ്പ് 4 മണിക്ക്. നിങ്ങൾ അതിന് മുമ്പേ നിങ്ങൾ എപ്പോൾ എത്തി എന്നിരുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്ന വെച്ചാൽ ആൾ പുറത്തിരിക്കുക എന്നല്ലാതെ ഇതിനകത്ത് ഇതാക്കുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നാടകം റിഹേഴ്സൽ 8:30 മണിയാകുമ്പോൾ കഴിയുക, എല്ലാവരും വീട്ടിൽ പോവുക. പിന്നെ അത്ര സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ നടക്കുന്ന നാടക ക്യാമ്പിൽ വന്ന് പെട്ടു എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ അന്ന് അണിയറ എന്ന് പറഞ്ഞ സംഭവം നടത്തിക്കൊണ്ടിരുന്ന KR മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുകാരനായ ഒരു KR മോഹൻദാസ്. അദ്ദേഹം നാടകത്തിൻ്റെ അഗ്രഹണീയനായിരുന്നു. പിന്നെ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, വീഡിയോ വലിക്കാൻ പാടില്ല, മറ്റുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നാടകങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ റിഹേഴ്സൽ നടക്കുമ്പോൾ തന്നെ അവിടെ റിഹേഴ്സൽ നടക്കുമ്പോൾ നമ്മളെല്ലാവരും മുമ്പിൽ ഇങ്ങനെ ഇരുന്നോളണം. നമ്മളെ സമയമായി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറുക ചെയ്യുക, വീണ്ടും ഇവിടെ വന്നിരിക്കുക. അങ്ങനെ ഇതായിരുന്നു. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് നല്ലൊരു ഇത് കിട്ടാൻ തുടങ്ങി.